ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നേൺസ്റ്റ് ഇക്വേഷനെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നമ്മൾ പുതിയൊരു പാർട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഇലക്ട്രോലൈറ്റിക് കണ്ടക്റ്റൻസ്. ഈ ഇലക്ട്രോലൈറ്റിക് കണ്ടക്റ്റൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പം നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ ലാസ്റ്റ് പാർട്ടിൽ എന്താണ് പഠിച്ചത്? സോളിഡിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അവിടെ നമ്മൾ കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും സെമി കണ്ടക്ടേഴ്സും പറഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താണ് കണ്ടക്ടേഴ്സ്? കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയാം. ദ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ പാസ് ഇലക്ട്രിസിറ്റി, വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഈസ് കോൾഡ് കണ്ടക്ടേഴ്സ്. ഈ കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ്, അതിൽ നമ്മുടെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്റ്റൻസിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇവിടെ വരുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ സബ്സ്റ്റൻസസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഈസ് കോൾഡ് കണ്ടക്ടേഴ്സ്. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിന് നമ്മൾ എന്താണ് പറയുക? കണ്ടക്ടേഴ്സ് എന്ന് പറയും. There are two types of conductors അല്ലേ? രണ്ട് ടൈപ്പ് ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ദ മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ്. മെറ്റാലിക് കണ്ടക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ ഉണ്ട്. മെറ്റാലിക് കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, നമ്മളെ വീട്ടിലൊക്കെ വയറിൻ്റെ ഉള്ളിലൊക്കെ കാണുന്ന കോപ്പർ ഒരു മെറ്റാലിക് കണ്ടക്ടറാണ്. അതുപോലെ എല്ലാ മെറ്റൽസും കണ്ടക്ടറാണ്. മെറ്റൽസിൻ്റെ പ്രത്യേകത എന്താണ്? വിച്ച് ക്യാൻ പാസ് ഇലക്ട്രിസിറ്റി അല്ലേ? അപ്പോൾ അതാണ് മെറ്റാലിക് കണ്ടക്ടർ. മെറ്റാലിക് കണ്ടക്ടർ എന്നാണ് ദേ ആർ ദ മെറ്റാലിക് സബ്സ്റ്റൻസസ് വിച്ച് അലൗ ടു പാസ് ഇലക്ട്രിസിറ്റി ത്രൂ ദം വിതൗട്ട് അണ്ടർഗോയിങ് എനി കെമിക്കൽ ചേഞ്ച്. ആ ഒരു ലാസ്റ്റ് പോയിൻ്റ് നമ്മൾ ശ്രദ്ധിക്കുക. മെറ്റാലിക് കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? മെറ്റാലിക് കണ്ടക്ടറിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു കെമിക്കൽ റിയാക്ഷനൊന്നും ഉണ്ടാവില്ല, കെമിക്കൽ ചേഞ്ചൊന്നും അവിടെ ഉണ്ടാവില്ല. നമുക്ക് നമ്മൾ കോപ്പർ വയറിലൂടെ അല്ലേ കറണ്ട് കടന്നു പോയിട്ട് കോപ്പർ വയർ കേടാവുന്നൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ അവിടെ മെറ്റാലിക് മെറ്റലിൻ്റെ പ്രത്യേകത വിച്ച് ക്യാൻ പാസ് ഇലക്ട്രിസിറ്റി ത്രൂ ദം വിതൗട്ട് അണ്ടർഗോയിങ് എനി കെമിക്കൽ ചേഞ്ച് അല്ലേ? പ്രത്യേകിച്ചൊരു കെമിക്കൽ ചേഞ്ച് ഒന്നും ഇല്ലാതെ തന്നെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അതിന് കാരണം എന്താണ്? അതിനുള്ള പ്രത്യേകതരം ബോണ്ടാണ്. അത് നമ്മൾ +1 ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത്. ഒരു മെറ്റാലിക് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് അയോൺസ്, ഇപ്പോൾ ഇരുമ്പാണെങ്കിൽ Fe2+ അയോണും അതിൻ്റെ ഇലക്ട്രോൺസും ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് അയോൺസ് സറൗണ്ടഡ് ബൈ ഫ്രീ ഇലക്ട്രോൺസ്. അങ്ങനെയാണ് ആ ഒരു, അത് നമ്മൾ മറ്റ് ബോണ്ടുമായിട്ടൊന്നും കണക്ട് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് മെറ്റാലിക് ബോണ്ടിനെ കുറിച്ച് പറയുക. അവിടെ പോസിറ്റീവ് അയോൺസ് ആണുള്ളത്. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ഫ്രീ ഇലക്ട്രോൺസ്. അത് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലോ ഓഫ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ആണ് സത്യത്തിലും അവിടെ കറണ്ടായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് കെമിക്കൽ റിയാക്ഷൻ ഒന്നും തന്നെ നടക്കേണ്ട കാര്യമില്ല അല്ലേ? അവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു പോകും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഇപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നത് കൊണ്ട് അവിടെ പ്രത്യേകിച്ച് കെമിക്കൽ ചേഞ്ച് ഒന്നുമില്ല. അത്തരം കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ മെറ്റാലിക് കണ്ടക്ടേഴ്സ് എന്ന് പറയാം. ഇനി രണ്ടാമത്തത് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് അലൗ ടു പാസ് ഇലക്ട്രിസിറ്റി ത്രൂ ദം ഇൻ ദെയർ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ ദ ഫോം ഓഫ് സൊല്യൂഷൻ ആൻഡ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ച്. ഒരു ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ മോൾട്ടൺ സ്റ്റേറ്റിലുള്ള ഒരു ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ എക്സാമ്പിളാണ് സോഡിയം ക്ലോറൈഡ്. പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സോഡിയം ക്ലോറൈഡ് ഇൻ എ മോൾട്ടൺ സ്റ്റേറ്റ്, ഉരുകിയ സോഡിയം ക്ലോറൈഡ്.
ആ ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ സോഡിയം അയോണും ക്ലോറൈഡ് അയോണും ആണ്. അത് അയോണിക് സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ അതിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകും. അതേപോലെ തന്നെ നമ്മൾ സൊല്യൂഷനിൽ സോഡിയം ക്ലോറൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അയോണൈസ് ചെയ്യും. അപ്പോൾ ഒരു സൊല്യൂഷനിലാവുമ്പോഴും ഇലക്ട്രിസിറ്റി കടന്നു പോകും. പക്ഷെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അവിടെ എന്ത് നടക്കും? കെമിക്കൽ റിയാക്ഷൻ നടക്കും. അതാണ് ഈ മെറ്റാലിക് കണ്ടക്ടറും ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടറും തമ്മിലുള്ള വ്യത്യാസം. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് ഏതൊക്കെ സ്റ്റേറ്റിലാണ്? ഇൻ ദെയർ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ ദ ഫോം ഓഫ് സൊല്യൂഷൻ. അങ്ങനെ മോൾട്ടൺ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ സൊല്യൂഷനിലോ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകുമ്പം അവിടെ കെമിക്കൽ റിയാക്ഷന് വിധേയമായിട്ടാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അത്തരം കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡിഫറൻസ് നോക്കാം. നമ്മൾ പറഞ്ഞു മെറ്റാലിക് കണ്ടക്ടറിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി ഈസ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. എന്നാൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിൽ കണ്ടക്ടിവിറ്റി ഈസ് ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് അയോൺസ് ആണ്. അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു മെറ്റാലിക് കണ്ടക്ടറിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞു. എന്നാൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടറിൽ അവിടെ കണ്ടക്ടിവിറ്റി നടക്കുന്നത് തന്നെ കണ്ടക്ടിവിറ്റീസ് ഒക്കർ ബൈ ദ കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് കെമിക്കൽ ഡിക്കമ്പോസിഷന് വിധേയമാകുന്നത് കൊണ്ടാണ് അവിടെ കണ്ടക്ടിവിറ്റി ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി ഈസ് ഒക്കർ ബൈ ദ കെമിക്കൽ ഡിക്കമ്പോസിഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇപ്പോൾ ഒന്നും കൂടെ പറയാം. ആദ്യത്തെ ഡിഫറൻസ് കണ്ടക്ടിവിറ്റി ഈസ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. എന്നാൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ അവിടെ അയോൺസ് ആവുന്നത് കൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി ഈസ് ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് അയോൺസ് ആണ്. രണ്ടാമത്തത് നോ ചേഞ്ച് ഇൻ ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ ദ കേസ് ഓഫ് മെറ്റാലിക് കണ്ടക്ടർ. എന്നാൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടറിൽ കണ്ടക്ടിവിറ്റീസ് ഒക്കർ ബൈ ദ കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇനി നമ്മൾ മൂന്നാമത്തെ ഡിഫറൻസ് പറയുമ്പം നമുക്കറിയാം ഒരു മെറ്റലിൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽ അനുസരിച്ച് അതിൻ്റെ കണ്ടക്ടിവിറ്റിക്ക് മാറ്റം ഉണ്ടാവും അല്ലേ? പിന്നെ മെറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ പറയാം. അതാണ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് മെറ്റൽ, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്, ഡെൻസിറ്റി എക്സെട്ര. അവിടെ നിന്ന് ഡെൻസിറ്റി ഞാൻ കൊടുത്തില്ല എന്നുള്ളൂ. നമ്മൾ മെറ്റലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അതിൻ്റെ കണ്ടക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണെന്നതനുസരിച്ച് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിലെ കണ്ടക്ടിവിറ്റി ചേഞ്ച് ചെയ്യും. അതാണ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. അതുപോലെ തന്നെ നമ്മൾ സൊല്യൂഷനിലാണല്ലോ നമ്മൾ കൂടുതലും ചെയ്യുക. അപ്പോൾ അവിടെ നേച്ചർ ഓഫ് സോൾവെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട്. നമ്മളൊരു സൊല്യൂഷനിൽ വരുമ്പം സൊല്യൂട്ടും തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട്, സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഉണ്ട്, സോൾവെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഈ സൊല്യൂട്ടും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ മൂവ്മെൻറ്റ് പോസിബിൾ ആവണമെങ്കിൽ ഈ ഒരു ഇൻട്രാക്ഷൻ അവിടെ കുറയണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് നേച്ചർ ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സോൾവെൻറ്റിനെ അത് ഡിപ്പെൻഡ് ചെയ്യും. സോൾവേഷൻ ഓഫ് അയോൺസ് എത്രത്തോളം അല്ലേ, സൊല്യൂട്ടുമായിട്ട് എത്രത്തോളം പിന്നെ അതിന് ഇൻട്രാക്ഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. സൈസ് ഓഫ് അയോൺസ് നമുക്കറിയാം. ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ലാർജ് സൈസുള്ളതായാൽ കണ്ടക്ടിവിറ്റി കുറയും. അപ്പോൾ സൈസ് ഓഫ് അയോൺസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ ദെയർ സോൾവേഷൻ, അത് സൊല്യൂട്ടുമായിട്ട് എത്രത്തോളം അതിൻ്റെ സോൾവേഷൻ എനർജി, അതാണ് അവിടെ ഉദ്ദേശിച്ചത് അല്ലേ, എത്രത്തോളം ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഡിഫറൻസ് നോക്കാം.
ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. ഇത് നിങ്ങൾ മെറ്റാലിക് കണ്ടക്ടറിൻ്റെ കേസിൽ പഠിച്ചതാണ്. അത് റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അല്ലേ. നമുക്ക് അത് അവിടെ നിങ്ങൾ ഫിസിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം മെറ്റാലിക് കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. എന്നാൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടറിലെ പ്രത്യേകത ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം സൊല്യൂഷനിലുള്ള അയോൺസിൻ്റെ മൂവ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള സൊല്യൂട്ട് ഇൻട്രാക്ഷൻ കുറയും അല്ലേ, സോൾവൻ. അപ്പോൾ അങ്ങനെയുള്ള ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള അതിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിലൊക്കെ മാറ്റം വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കണ്ടക്ഷൻ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അത്രയാണ് നമ്മൾ മെയിനായിട്ട് പറയുന്ന ഡിഫറൻസസ് ബിറ്റ്വീൻ മെറ്റാലിക് കണ്ടക്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ. ഇനി നമ്മൾ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മെറ്റാലിക് കണ്ടക്ടർ നമ്മൾ പറയുന്നത് പോലെ തന്നെ അത് ഓംസ് ലോ ഒബേ ചെയ്യും. ലൈക്ക് മെറ്റാലിക് കണ്ടക്ടർ ഇറ്റ് ഒബേസ് ഓംസ് ലോ. എന്താ ഓംസ് ലോ? നമ്മൾ പഠിച്ചതല്ലേ ഫിസിക്സിൽ. ഓംസ് ലോ എന്താണ്? The current passed through the solution is directly proportional to potential difference across them. ഒരു സൊല്യൂഷനിലൂടെ കടന്നു പോകുന്ന കറണ്ട് അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ദാറ്റ് ഈസ് I ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു V അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R എന്ന് എഴുതിക്കൂടെ? R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. അപ്പോൾ ഒരു സൊല്യൂഷനിലൂടെ, ഒരു മെറ്റാലിക് വയറിലൂടെ കറണ്ട് കടന്നു പോകുമ്പം അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവും. എന്താണ് ഈ റെസിസ്റ്റൻസ്? ഇപ്പോൾ ഒരു മെറ്റലിൻ്റെ കേസിലാണെങ്കിൽ അവിടെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുമ്പം അവിടെ കേണൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോണെ അട്രാക്റ്റ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് അയോൺ, ഇപ്പോൾ നിങ്ങൾ ഇരുമ്പാണ് എടുക്കുന്നതെങ്കിൽ Fe2+ ഇലക്ട്രോണും ആണല്ലോ. അപ്പോൾ ആ Fe2+ ഈ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ട് അല്ലേ. അപ്പോൾ അവിടെ ആ ഒരു അട്രാക്ഷനെ റെസിസ്റ്റ് ചെയ്യുന്നത്, ആ ഇലക്ട്രോൺ റെസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ആ ഇലക്ട്രോണെ റെസിസ്റ്റ് ചെയ്യുന്നത് അവിടെയുള്ള പോസിറ്റീവ് അയോൺസാണ്. ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിനെ, ഇലക്ട്രോൺ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്നത് അതിന് നമ്മൾ കേണൽസ് എന്നാണ്. ആ പോസിറ്റീവ് അയോൺസ്, ഈ കേണൽസ്, പോസിറ്റീവ് അയോൺസിന് നമ്മൾ പറയുന്ന പേരാണ് കേണൽസ്. ഈ കേണൽസാണ് ഇലക്ട്രോണ് റെസിസ്റ്റ് ചെയ്യുന്നത്. എന്താ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സ്ട്രക്ഷൻ ടു ദ ഫ്ലോ ഓഫ് കറൻറ്റ് ഫ്ലോയെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുക, പ്രതിരോധിക്കുക അല്ലേ. അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മെറ്റാലിക് കണ്ടക്ടറിൽ റെസിസ്റ്റൻസ് എന്തുകൊണ്ടാണ് വരുന്നത്? കേണൽസ് കൊണ്ടാണ്. അതിലുള്ള പോസിറ്റീവ് അയോൺസ് ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യുമ്പോഴാണ് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. എന്നാൽ നമുക്കറിയാം ഒരു സൊല്യൂഷൻ്റെ കേസിൽ എങ്ങനെയാണ് ഈ ഒബ്സ്ട്രക്ഷൻ വരുന്നത്, ഈ പ്രതിരോധം എങ്ങനെയാണ് വരുന്നത്? സൊല്യൂഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, സോൾവെൻറ്റും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒബ്സ്ട്രക്ഷൻ. ഈ അയോൺസ് മൂവ് ചെയ്യുന്നതിനെ പ്രതിരോധിക്കുന്നത് എന്താണ്? അവിടെയുള്ള അതിലുള്ള ഈ ഇൻട്രാക്ഷനാണ്, ഈ അട്രാക്റ്റീവ് ഫോഴ്സസാണ്. അതാണ് നമ്മൾ ഒരു സൊല്യൂഷൻ്റെ കേസിൽ റെസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ്. അപ്പോൾ R ഈസ് ദ കോൺസ്റ്റൻറ്റ് നോൺ ആസ് റെസിസ്റ്റൻസ്. R മെഷേഴ്സ് ദ ഒബ്സ്ട്രക്ഷൻ ടു ദ ഫ്ലോ ഓഫ് കറൻറ്റ്. ഇനി നമ്മൾ റെസിസ്റ്റൻസിന് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യാന്നുള്ളത് നോക്കാം. റെസിസ്റ്റൻസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് അതിൻ്റെ ആ നമ്മൾ എടുത്തിരിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ ലെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതുപോലെ തന്നെ ആ സബ്സ്റ്റൻസിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ യൂണിവേഴ്സലി പ്രൊപ്പോർഷണലാണ്.
അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ എന്ന് പറയും. ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, ഏരിയക്ക് യൂണിവേഴ്സലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ. അപ്പോൾ ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണലിനെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് വെച്ച് എങ്ങനെ എഴുതാം? ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ എന്ന് എഴുതാം. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് റെസിസ്റ്റിവിറ്റി. റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഈ രണ്ട് ടേമിൽ നമ്മൾ പറയും റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. അത് അവിടെയുള്ള പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഈ റെസിസ്റ്റിവിറ്റി എങ്ങനെ നമ്മൾ മെഷർ ചെയ്യുക? റോ ഇസ് ഈക്വൽ ടു ആർ. റോ എപ്പോഴാണ് ആറായിട്ട് മാറുന്നത്? എല്ലും എയും യൂണിറ്റ് 1 ആകുമ്പോഴല്ലേ. ഇപ്പം നമുക്കറിയാം, നമ്മളൊരു ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമ്മളെപ്പോഴും സെൻറ്റിമീറ്ററിലുള്ള യൂണിറ്റാണ് കൂടുതൽ. നമുക്കറിയാം നമ്മളൊരു സെല്ല് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പോൾ നമ്മൾ കൂടുതലും സെൻറ്റിമീറ്റർ യൂണിറ്റുകളാണ് എടുക്കുക. മീറ്ററും പറയാം കേട്ടോ, മീറ്റർ പറഞ്ഞു വെച്ച് കുഴപ്പമൊന്നും, നമ്മൾ ഇത്ര വലിയ സെല്ലൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ സെൻറ്റിമീറ്റർ യൂണിറ്റിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ സൈസ് കുറയുന്നതിനനുസരിച്ച് മില്ലിമീറ്ററൊക്കെ പറയാം അല്ലേ. നമ്മൾ ബാറ്ററിയൊക്കെ ഇപ്പോൾ വളരെ ചെറുതാണ്. അപ്പോൾ റോ എന്ന് പറയുന്നത് റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. റോ ഇസ് ഈക്വൽ ടു എന്താണ്? ആറാണ്. റോ എപ്പോഴാണ് ആറാവുന്നത്? എല്ലും എയും 1 ആകുമ്പോഴല്ലേ. അതാണ് നമ്മൾ എപ്പോഴും ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെ അങ്ങനെ ഡിഫൈൻ ചെയ്യാം. റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് വെൻ എൽ ഇസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ ആൻഡ് എ ഇസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമ്മൾ റെസിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, റെസിസ്റ്റൻസ് എന്താണ്? ഒബ്സ്ട്രക്ഷൻ ടു ദ ഫ്ലോയെ പ്രതിരോധിക്കുന്നതാണ് അല്ലേ. ഇനി ഫ്ലോയെ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന്, ഫ്ലോ ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്താ പറയുന്ന പേരാണ്? കണ്ടക്റ്റൻസ്. ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ മലയാളത്തിൽ വ്യുൽക്രമം എന്നാണ് പറയുക അല്ലേ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. കണ്ടക്റ്റൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. കണ്ടക്റ്റൻസിനെ ജി എന്നുള്ള ടേം കൊണ്ടാണ് നമ്മൾ പറയാം. ജി ഇസ് ഈക്വൽ ടു 1/R. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ അല്ലേ, റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഒബ്സ്ട്രക്ഷൻ അല്ലേ, അതിനെ നമ്മൾ ഇലക്ട്രിസിറ്റി ഫ്ലോയെ സ്റ്റോപ്പ് ചെയ്യുന്നത്, അതാണ് റെസിസ്റ്റൻസ്. എന്നാൽ കണ്ടക്റ്റൻസോ, ഇലക്ട്രിസിറ്റി ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ കണ്ടക്റ്റൻസ് എന്ന് പറയും. കണ്ടക്റ്റൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. 1/R. G is equal to 1/R. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? G is equal to A ഇൻറ്റു, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഞാനിവിടെ ഒന്നും കൂടെ പറയാം. നമ്മളതിൻ്റെ റെസിപ്രോക്കലാണല്ലോ, അപ്പോൾ നമ്മളത് ആറിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയതാണത് അല്ലേ. അപ്പോൾ നമുക്ക് ആർ എന്താണ്? നമ്മൾ കഴിഞ്ഞ ഇതിൽ 6 പറഞ്ഞിട്ടുണ്ടല്ലോ. ആർ എന്താണ്? ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A ആണ്. ആ റോ ഇൻറ്റു L/A നമ്മൾ ഈ 1/Rൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് വരിക? 1 റോ ഇൻറ്റു L/A ആണ് വരിക. അത് നമ്മളൊന്നും കൂടെ വൃത്തിയാക്കി എഴുതും. എ മുകളിൽ പോവും. A ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു L എന്ന് വരും. അതാണ് G. ഇനി 1/ρ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ. അതിന് നമ്മൾ മറ്റൊരു കോൺസ്റ്റൻറ്റ് ടേം ആയിട്ട് പറയും. ദറ്റ് ഈസ് കാപ്പ. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പ. അതാണ് അവിടെ കെ ഇസ് ഈക്വൽ ടു 1/ρ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? G ഇസ് ഈക്വൽ ടു കണ്ടക്റ്റൻസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു A/L. K is the conductivity kappa. It is the conductance when L is equal to 1 centimeter and A is equal to 1 centimeter square. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ റെസിസ്റ്റിവിറ്റി ഡിഫൈൻ ചെയ്ത പോലെ തന്നെ കണ്ടക്ടിവിറ്റിയും കെ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റിവിറ്റിയുടെ അല്ലേ വ്യുൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ, അതാണ് കെ.
കെ ഈസ് ദ കണ്ടക്ടിവിറ്റി എന്നാണ് അതിന് പറയുക. കപ്പ എന്നുള്ള ടേം കൊണ്ടാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുക. കപ്പ, അതാണ് കെ. കെ ഈസ് ദ കണ്ടക്ടിവിറ്റി. ഇറ്റ് ഈസ് ദ കണ്ടക്ടൻസ്. ഇതിനെ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക? കെ എന്ന് പറയുമ്പോൾ എന്താ വരിക? കെ ഈസ് ഈക്വൽ ടു ജി. കെ എപ്പോഴാണ് ജി ആവുന്നത്? എയും എല്ലും 1 ആവുമ്പോഴല്ലേ? അതാണ് അവിടെ ഇറ്റ് ഈസ് ദ കണ്ടക്ടൻസ് വെൻ എൽ ഇസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ ആൻഡ് എ ഇസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒന്നും കൂടെ നമ്മളത് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. ഇനി ഇതിൻ്റെയൊക്കെ യൂണിറ്റ് നമ്മൾ പറയാം. ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഓം. അല്ലേ? നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ? ഓം. അതിൻ്റെ സിമ്പിളാണ് അവിടെ കൊടുത്തത്. ഇനി റോയുടെ യൂണിറ്റ്, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എങ്ങനെ കിട്ടുക? എന്താ റോ ഇസ് ഈക്വൽ ടു അല്ലേ ആർ ഇൻറ്റു എ ബൈ എൽ എന്നാണ് വരിക. നിങ്ങൾ ഇക്വേഷൻ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. റോ എന്താണ്? റോ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എ ബൈ എൽ. അപ്പോൾ എങ്ങനെ പറയാം? ആർ ഇൻറ്റു എ ബൈ എൽ ആണ് ഓം ഇൻറ്റു സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെൻറ്റിമീറ്റർ എന്ന് വരും. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓം സെൻറ്റിമീറ്റർ, അതാണ് റോ. ഇനി അതേപോലെ തന്നെ ജിയുടെ യൂണിറ്റിനെ നമ്മൾ 2 രീതിയിൽ പറയാറുണ്ട്. ഒന്ന് നമ്മൾ റെസിപ്രോക്കൽ ആയതുകൊണ്ട് 1/ρ ആണല്ലോ വരിക. 1/r ആയതുകൊണ്ട് 1/rനെ 1/ഓം, അതല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് എഴുതാം. അതിന് നമ്മൾ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിൽ പറയുന്നൊരു ടേമാണ് സീമൻ. എസ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. എസ്, സീമൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി കെയുടെ യൂണിറ്റ് എങ്ങനെ എഴുതാം? കെ എങ്ങനെ കിട്ടുക? വാട്ട് ഈസ് കെ? ഇപ്പോൾ നിങ്ങൾ ഈ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കെ എന്ന് പറഞ്ഞാൽ കെ ഈസ് ഈക്വൽ ടു എങ്ങനെ വരിക? ജി ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ. ജിയുടെ യൂണിറ്റ് എന്താണ്? സീമനാണ്. സീമൻ. എല്ലിൻ്റെ യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് പറയാം, അല്ലെങ്കിൽ സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.